ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി സാരീസാണ്. കണ്ടോ, ഇത്ര എണ്ണം കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഒരുപാട് നാളായിട്ട് കലംകാരി സാരീസിൻ്റെ റീസ്റ്റോക്കിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ഡെയിലി എനിക്ക് മെസ്സേജ് വരാറുണ്ട്. കുറച്ച് ദിവസമായിട്ടോ വന്നിരുന്നിട്ട് ഈ ഓണം കളക്ഷൻ കാണിക്കുന്നതിൻ്റെ ഇടയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഫോട്ടോ ഇട്ട് കൊടുത്താലൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും, വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ പ്യുവർ കലംകാരി സാരീസാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്, നാച്ചുറൽ ഡൈഡ് ആണ് കേട്ടോ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള സാരീസാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും അതിൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മൾ സ്റ്റൈൽ ചെയ്താൽ മതി. ഓർണമെൻറ്റ്സ് ആയിട്ടും നല്ല എന്താ പറയുക, നല്ല കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ചൂടൊന്നും എടുക്കില്ല, നല്ല സുഖമായിരിക്കും ഉടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഇത് വേഗം വേഗം കാണിച്ചു പോവാം. ഇതിൻ്റെ ഡിസൈനും പല്ലു ബ്ലൗസ് പീസൊക്കെ കണ്ടിട്ട് വേഗം കാണിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതെല്ലാം നാച്ചുറൽ ഡൈഡാണ്, നാച്ചുറൽ കളറിൽ നിന്നാണ് ഡൈ ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതാണ് കേട്ടോ നമ്പർ 1 ആണ്. ഇതിലിങ്ങനെ നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനൊരു ബ്ലാക്ക്, ബേസ് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് മെറൂൺ അങ്ങനത്തെ ഒരു ബേസാണ്. ഇതിൻ്റെ കളർ നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാച്ചുറൽ കളറിൽ വരുന്ന കളേഴ്സ് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കലംകാരി സാരീസിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഇത് അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയാം. പല ടൈപ്പ് കസ്റ്റമേഴ്സ് അല്ലേ, അപ്പോൾ അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണ്. ഇത് ഭയങ്കര തിളക്കോ മിനുക്കോ അങ്ങനെയൊന്നുമുള്ള സാരിയല്ല. ഇത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക്, അറിയുന്നവർക്ക് ഇത് അത്ര ഇഷ്ടമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരെണ്ണം ഞാൻ 1 ലെയറിലിട്ട് കാണിക്കാം, ബാക്കിയൊക്കെ നമുക്ക് വേഗം ഡിസൈൻ കണ്ടിട്ട് പോവാം. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഒട്ടും സ്റ്റാർച്ചില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലംകാരി സാരീസാണ്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരിക. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ. ഇതിലെല്ലാ സാരീസും ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് നമ്പറാണ് ഇട്ടിട്ടുള്ളത്. കാരണം ചിലപ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും, പക്ഷേ അതല്ല, അതിൻ്റെ കളർ കോമ്പിനേഷനോ ബോർഡറിലുള്ള ആ ഒരു പ്രിൻറ്റ് പാറ്റേണിലോ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഈ ബോഡിയിലുള്ള അതേ ഒരു ഡിസൈൻ, അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെയൊക്കെ ബ്ലൗസിൽ ഇതേപോലെ നമ്മുടെ ആ ബോഡിയിൽ നിന്നുള്ള കളറ് ചിലപ്പോൾ മിക്സ് ആയിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അതിപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ഇതേപോലെ തന്നെയാണ്. ഇതൊക്കെ നാച്ചുറലായിട്ട് മേക്ക് ചെയ്യുന്ന സാരീസാണ്. നമ്മൾ അജ്രക് മൊഡാലിൻ്റെയൊക്കെ ഇതിൽ പറയുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതാണ് ഈ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള സാരീസിൻ്റെ പ്രത്യേകത. അല്ലാതെ സിന്തറ്റിക് ആയിട്ടുള്ള സാരീസ് പോലെയല്ല ഇതിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുന്നു, എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതേപോലെയാണ് പല്ലു വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് കളറ് ആ ഒരു മെറൂണിഷ് കളറോ ബ്ലാക്ക് കളറോ ഇങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള കലംകാരി സാരീസ്. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിൻ്റെയും റേറ്റ് വരുന്നത് 1499 ആണ്, 1499 ആണ് കേട്ടോ. അടുത്തത് നമ്പർ 2 ആണ്. ഇതൊരു കോഫി ബ്രൗൺ ബേസിലാണ് വരുന്നത്. ഇതിൽ എല്ലാത്തിലും മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് വരുന്നത്. ഇതേപോലെ പീക്കോക്ക് ഡിസൈനൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ഒരു ലൈറ്റ്, എല്ലാത്തിനും ഈ ഒരു കളർ തന്നെയാണ്. ആ ബോഡിയിലുള്ള ഡിസൈനിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ് ഈ ഒരു ബ്ലൗസ് പീസിൽ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും സാരി ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി ബ്രൗൺ ബ്ലൗസ് ഉണ്ടെങ്കിൽ പ്ലെയിൻ കോഫി ബ്രൗൺ ബ്ലൗസിൻ്റെ കൂടെയും പെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. ഉടുത്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്പർ 2 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി തന്നെ എടുക്കുക കേട്ടോ. റേറ്റ് എല്ലാത്തിൻ്റെയും സെയിം ആണ്. അത് ഞാൻ ഓരോ സാരീൻ്റെയും കൂടെ എപ്പോഴും പറയുന്നില്ല. 1499 കേട്ടോ. എല്ലാ സാരിക്കും സെയിം പ്രൈസാണ്, 1499. അടുത്തത് നമ്പർ 3 ആണ് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് ഡിസൈൻ.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബ്ലാക്ക് ബേസിലാണ് വരുന്നത് കേട്ടോ. ഒരു ബ്ലാക്കിഷ് കളറാണ് വരുന്നത്. നാച്ചുറൽ കളറായതുകൊണ്ട് തന്നെ എല്ലാം ബ്രൈറ്റ് ആയിരിക്കില്ല. നല്ലൊരു നമ്മൾ മ്യൂറലിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വരിക. ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇതേപോലെ വരുന്നത്. അടുത്തത് നമ്പർ 4 ആണ്. ഇതൊരു ബ്രിക്ക് റെഡ് കളറിൽ വരുന്ന, കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാ കണ്ടോ, ഇതിൻ്റെ ബോർഡറും സൂപ്പറാണ്. പല്ലു ഇതേപോലെ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പീക്കോക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ബ്രിക്ക് റെഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് പല്ലു പോർഷനാണേ. കണ്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ്. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ഇതിൻ്റെ ബോർഡർ കണ്ടോ, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല്ലു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പേഴ്സ്ലി ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെയാണ് കേട്ടോ. ബ്ലാക്ക് ബേസിലാണ് വരിക. കണ്ടോ, പല്ലു ഇങ്ങനെയാണ് വരിക. ദാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരിക. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിൽ ആ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ മാർക്കൊക്കെ വിസിബിളാണ്. നല്ല ഭംഗിയുള്ള നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് 1499. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. ഇതും ഒരു ബ്രിക്ക് റെഡ് ബേസിൽ വരുന്ന സാരിയാണ്. പല്ലു വരുന്നത് ഇതേപോലെയാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. എല്ലാം പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. നാച്ചുറൽ ഡൈഡ് ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 8 ആണ്. ഇതൊരു ബ്ലാക്ക് ബേസിൽ വരുന്ന സാരിയാണ്. പല്ലു വരുന്നത് ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയാണ്. മൾട്ടിപ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് എല്ലാതും വരുന്നത് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിൽ ഏത് സാരി ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും. കലങ്കാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലെല്ലാ ഡിസൈനും ഇഷ്ടമായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ വരുന്നത് കണ്ടോ. നല്ലൊരു ബ്രിക്ക് റെഡ് ബേസിലാണ് വരുന്നത്. ഒരു റെഡിഷ് മെറൂൺ ആ ഒരു കളറിലാണ് കേട്ടോ. നാച്ചുറൽ കളറാണല്ലോ. പല്ലു ഇതേപോലെ വരുന്നു. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബോർഡർ ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. വളരെ കംഫർട്ടബിളാണ്. ഇങ്ങനെ ഒതുങ്ങി ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന സാരിയാണ്. കണ്ടോ, ഞൊറിഞ്ഞൊക്കെ എടുത്ത് വരുമ്പോഴും സൂപ്പറായിരിക്കും കേട്ടോ. നമ്പർ 10 ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. കണ്ടോ, ഇതേപോലെ വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതൊരു ബ്ലാക്ക് ബേസിലാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക്, കോഫി ബ്രൗൺ, ഒരു ബ്രിക്ക് റെഡ് ബേസിൽ ആ ഈ ഒരു 3 കളറിലാണ് കേട്ടോ വരുന്നത്. നാച്ചുറൽ ഡൈയിങ് ആയതുകൊണ്ട് തന്നെ. അടുത്തത് നമ്പർ 11 ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. വിത്ത് ബോർഡർ ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു ബോർഡറും സാരിയുടെ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാ സാരിയും കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് നമ്പർ 12 ആണ്. ഇതേപോലെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ബേസിൽ മൾട്ടിപ്പിൾ കളേഴ്സായിട്ടാണ് വരുന്നത്. പല്ലു ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ. ബോഡിയിലത്തെ അതേ ഒരു ഡിസൈൻ ആയിരിക്കും. ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ പ്രിൻ്റൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതേപോലെ ബോർഡറും ഉണ്ടാവും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 13 ആണ്. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. ആ ബ്ലോക്ക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 14 ആണ്. പ്രിൻ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെ. ഇതിലൊരു ബട്ടർഫ്ലൈ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. കണ്ടോ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. വിത്ത് ബോർഡറാണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത സാരി.
അടുത്തത് നമ്പർ 15 ആണ്. ഇതേപോലൊരു ബ്ലാക്ക് ബേസിലാണ്. ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പല്ലു ഇങ്ങനെയാണ്. ഇവിടെ ഒരു പീക്കോക്കിൻ്റെ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇതേപോലെ വിത്ത് ബോർഡർ ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് 1499. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 16 ആണ്. ഇതേപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ലീഫി പാറ്റേൺ ആണ് കേട്ടോ. പല്ലു ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വിത്ത് ബോർഡർ ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. റേറ്റ് വരുന്നത് 1499. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 17 ആണ്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ. പല്ലു ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്, വിത്ത് ബോർഡർ ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. അടുത്തത് നമ്പർ 18 ആണ്. കണ്ടോ, പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഒരു പീകോക്ക് പാറ്റേണും കൂടെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അടുത്തത് നമ്പർ 19 ആണ്. ഇതും ഒരു ബ്ലാക്ക് അങ്ങനത്തെ ഒരു ബേസിൽ വരുന്നതാണ്. ഒരു ബ്രൗൺ ബ്ലാക്ക് മിക്സ് ആയിട്ട് കേട്ടോ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ബ്ലാക്കിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതാണ് പല്ലു. ബ്ലൗസ് പീസ് ഇതേപോലെയാണ് കേട്ടോ. ലൈറ്റ് കളറാണ്, വിത്ത് ബോർഡറാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. കണ്ടോ, ഇതിലാ ഒരു ബ്ലോക്കിങ്ങിൻ്റെ മാർക്കൊക്കെ വിസിബിളാണ്. ഇതെല്ലാത്തിൻ്റെയും കൂടെ ബ്ലാക്കും കോഫി ബ്രൗണും ഒരു ബ്രിക്ക് റെഡോ അല്ലെങ്കിൽ മെറൂണൊക്കെ ബ്ലൗസ് പോകും കേട്ടോ. അടുത്തത് നമ്പർ 20 ആണ്. ഇതേപോലെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പല്ലുവാണ്. എല്ലാ സാരിയും പല്ലു ആണെങ്കിലും ബ്ലൗസ് പീസ് ആണെങ്കിലും അതിൻ്റെ ഒരു ബോഡി പോർഷൻ ആണെങ്കിലും എല്ലാം സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബോഡി പോർഷൻ ഇങ്ങനെ വരും, ബ്ലൗസ് പീസ് ഇങ്ങനെ വിത്ത് ബോർഡറായിട്ട് വരും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഉടുത്ത് നല്ല രസമായിരിക്കും കേട്ടോ. ബ്ലാക്ക് മെറ്റലോ അങ്ങനത്തെ ഓർണമെൻറ്റ്സൊക്കെ ഇടുകയാണെങ്കിൽ, സിമ്പിൾ ചെയിനൊക്കെ ഇട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വരും. അടുത്തത് നമ്പർ 21 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെയാണ് ബോർഡർ വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഈ കലംകാരി സാരീസിൻ്റെ കളറും പ്രിൻറ്റും ഒന്നും ഈവൺ ആയിരിക്കണം എന്നില്ല. കളർ സ്മഡ്ജസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് നാച്ചുറലായിട്ട് ഒതൻറ്റിക്കായിട്ട് മെയ്തെടുക്കുന്ന ഹാൻഡ് മെയ്ഡ് സാരീസാണ്. അപ്പോൾ ഇത് പുല്ലിലും ഈ മണ്ണിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്ക, ടെറസിലൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. കലംകാരി സാരീസിനെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം ഇത്. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അതാ കണ്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വീണയുടെ പാറ്റേണൊക്കെ ബോർഡറിൽ വരുന്നുണ്ട്. അടുത്തത് നമ്പർ 22 ആണ്. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്, വിത്ത് ബോർഡറായിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്, വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. ഇതാ കണ്ടോ, പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ, വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. റേറ്റ് എല്ലാത്തിൻ്റെയും 1499. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 24 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പല്ലു വരുന്നത് ഇതാ ഇതേപോലെയാണ് പല്ലു. ബ്ലൗസ് വരുന്നത് ഇതേപോലെ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് നമ്പർ 25 ആണ്. ഇതേപോലെ ഒരു ബ്ലാക്ക് ബേസിൽ തന്നെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെ ലൈറ്റ് ഷെയ്ഡിൽ വിത്ത് ബോർഡറായിട്ടാണ്.
ഇതേപോലെയാണ് കേട്ടോ സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്, ഒട്ടും സ്റ്റാർച്ചില്ല. പിന്നെ ഹാൻഡ് മെയ്ഡ് സാരിയാണ്, ഒതൻറ്റിക്കായിട്ട് മേക്ക് ചെയ്യണ സാരിയാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്, നാച്ചുറൽ ഡൈഡ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അതേപോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും, അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതാ ഒരു 25 ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്, ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിൽ നല്ല ഭംഗിയുള്ള സാരീസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളൂ. അപ്പോൾ എൻക്വയറി ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടെ പറയുകയാണ്, 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം, മെസ്സേജ് സെൻഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നിങ്ങളുടെ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. പിന്നെ പേയ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ആരാണോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രോഡക്റ്റ് സെയിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.